ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞൊക്കെ ഒന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടുത്തെ റൂളാണ്, കുളി കഴിഞ്ഞാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ ആയിട്ട് കുളിച്ച് കഴിഞ്ഞു, എന്നാലൊന്ന് നീന്തി എൻജോയ് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പൂളിൻ്റെ വിശേഷങ്ങൾ ഞാൻ പുറകെ കാണിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനായിട്ട് പൂളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഐറുമോൾ ബോളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫത്താഹിന് ഓൺലൈനായിട്ട് പൂളിൻ്റെ ഡ്രസ്സ് വരുത്തിയിരുന്നു. അവനെയും ഡ്രസ്സൊക്കെ ഇടിയിച്ചാണ് ഇറങ്ങുന്നത്. താഴത്തെ ഫ്ലോറിലാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. ഹായ് ഹായ് ഫ്രണ്ട്സ്. മക്കളെല്ലാം പൂളിൽ കളിക്കാനായിട്ട് വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി പോകുന്നത്. കണ്ടോ, സന്തോഷത്തോടെ ഇറങ്ങി ഓടുകയാണ്. ഇനി പൂളിൽ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സെല്ലാം നനഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിടാനുള്ള ഡ്രസ്സാണ് ഇത് കുക്കുവിൻ്റെ കയ്യിലിരിക്കുന്നത്. സൂപ്പർ സ്വിമ്മിംഗ് പൂളല്ലേ. ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. കണ്ടോ, അതിവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് പാലിക്കണം. 6 മണി മുതൽ 1 മണി വരെ, 3 മണി മുതൽ 10 മണി വരെയാണ് സമയം. എന്താ അബിയാണ് പിള്ളേരെയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയേക്കുന്നത്. സ്വിമ്മിംഗ് പൂളിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിച്ച് ഐറുമോൾക്ക് നല്ല വശം. അവളിവിടെ സ്ഥിരം കുളിക്കുന്നതുകൊണ്ട് അപ്പോൾ തായിന് ആദ്യമായിട്ടാണ് സ്വിമ്മിംഗ് പൂളിലെ ഡ്രസ്സൊക്കെ ഇട്ട് ഇറക്കിയേക്കുന്നത്. നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ് കാണാനാണേലും. ഇവിടെ കുളിച്ചതിന് ശേഷം മാത്രമേ ഈ സ്വിമ്മിംഗ് പൂളിൽ നീന്താനായിട്ട് ഇവർ സമ്മതിക്കുകയുള്ളൂ. അതും ഈ ഇൻസ്ട്രക്ഷൻസിലുള്ളതാണ്. വേണ്ടേ, ഏകദേശം കുറച്ചൊരു 5 മിനിറ്റോളമൊക്കെ ആയപ്പോൾ ഫത്തഹ് ബാലൻസായി. അവരും തേണ്ട ഇറങ്ങി ഐറുവിനോടൊപ്പം തന്നെ കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ ഈ സ്വിമ്മിംഗ് പൂള്. ഇവിടെ പിള്ളേരെയൊക്കെ പരിശീലനമൊക്കെ കഴിഞ്ഞ് സാറൊന്ന് ഉണങ്ങാൻ കിടക്കുന്നതാണ്. ഇങ്ങനെ കിടന്ന് ഉണങ്ങാനുള്ളൊരു സൗകര്യമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ വന്ന് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. അതിന് വേണ്ടി തന്നെ 2 കസേര കൂടി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറ സൈഡിലും കസേരയും ഈ ഉണങ്ങാനുള്ള ഈ സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ ഇരിക്കാൻ എന്തായതുണ്ടോ. ഐറുമോളും ഇവിടെ എപ്പോഴും ഐറോ ഹായ് ഹായ് പറ. നമുക്ക് എടുക്കാവേ. ഐറുമോളുടെ ഒരു ബോൾ താഴേക്ക് പോയി, അതാണ് അവൾ പറയുന്നത്. യെസ് ഐറിൻ കം. കേട്ടോ, ബോളാണ് വളരെ യൂട്യൂബിലിടാനാണോ വീഡിയോ എടുക്കുന്നതാണെന്നാണ് ഐറുമോളുടെ ചോദ്യം. ഇതാണ് ഇവിടുത്തെ ക്യാമറ. ഈ ക്യാമറ അവർ നോക്കും ഈ പൂളിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ തെറ്റിക്കുന്നുണ്ടോയെന്ന്. കുളി കഴിഞ്ഞെല്ലാം വേണ്ടി ഡ്രസ്സ് മാറാനായിട്ട് ഇവിടെ റൂമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു സൈഡിൽ മാത്രമല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പൂളിൽ ഉണങ്ങാനൊക്കെയുള്ള സൗകര്യം, ഇരിക്കാനുള്ള സൗകര്യം ഒരേപോലെ ഒരുക്കിയിട്ടുണ്ടെന്ന്. ഇതാണ് 2 വശങ്ങൾ. കുളിയും ബഹളമൊക്കെ കഴിഞ്ഞു വന്നു. ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ തസ്നി റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അരി ഇടാനായിട്ട് ദാണ്ട് അരി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനാണ് കറി വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടി അവൾ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ. അതിന് വേണ്ടി ഇത് കോളിഫ്ലവർ ഇവിടെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചിക്കൻ കറി വെക്കുന്നത് കണ്ട വറ്റൽമുളക് ഇട്ടാണ് കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളകിന് പകരം വറ്റൽമുളക് ഇട്ട് സാധാരണ വഴറ്റുന്ന പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം മുളക് പൊടി ഒഴികെ ബാക്കി എല്ലാ മസാല ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത അരപ്പിലേക്ക് ചിക്കൻ കഷ്ണമെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത്
ചാറൊന്ന് പറ്റിച്ചെടുത്താൽ മതി. അങ്ങനെയാണ് ഈ കറി വെച്ചിരിക്കുന്നത്. തസ്നിയുടെ സ്പെഷ്യലുകളിൽ ഒന്നായ സ്പെഷ്യലാണിത് കേട്ടോ. ഇനിയിവിടെ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു കോളിഫ്ലവർ വറുത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റെസിപ്പി കാണിച്ചു തരാത്തത്. എന്നാലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. കോളിഫ്ലവർ ഒന്ന് അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളയണം. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മൈദ, കോൺഫ്ലവർ, ഉപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത്, ഉപ്പ് തിളപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റിനായിട്ട് വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ശരിക്കും മൂത്ത് വരണം. നല്ലതുപോലെ ക്രിസ്പി ആയി വന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളായിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിന് മുകളിലായിട്ട് 2-3 പേപ്പർ വിരിച്ച് കൊടുക്കുന്നുണ്ട്. അത് എണ്ണയൊന്ന് ആ പേപ്പർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വിരിച്ച് കൊടുക്കുന്നത്. ഒരുപാട് നേരം പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ മൂത്ത് പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ പേപ്പർ വിരിച്ച് ചെയ്യുന്നത്. കണ്ട പേപ്പർ എണ്ണ വലിച്ചെടുത്തേക്കുന്നത്. അതിൻ്റെ കറിയൊക്കെ റെഡിയായി. ചിക്കൻ കറിയും കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും സൂപ്പറായിരുന്നു. ചിക്കൻ കറി അടിപൊളിയാണ്. അതിനേക്കാളും ടേസ്റ്റ് കോളിഫ്ലവർ പൊരിച്ചതിനും ഉണ്ടായിരുന്നു. ഊണെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞൊന്ന് റൂമിലേക്ക് വന്നപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം. പിന്നെയാണ് മനസ്സിലായത്. ഈ ഫ്ലാറ്റിലേക്കുള്ള വെള്ളം കൊണ്ടുവന്ന് അവർ ടാങ്കിലേക്ക് അടിക്കുന്നതാണ്. ഇത് പകലും രാത്രിയെല്ലാം ഇതുപോലെ ഈ ഫ്ലാറ്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവർ ഈ ടാങ്കിൽ അടിച്ചിടും. ഇതാണ് ഇവിടെ രാത്രിയിലും ഇങ്ങനെ തന്നെ അടിച്ചിടുന്നുണ്ട്. കണ്ടോ, രാത്രിയും വണ്ടി വന്ന് വെള്ളം അടിച്ചിടുകയാണ്. അത്യാവശ്യം മഴയാണ് കേട്ടോ. രാത്രിയിലൂടെ നല്ല മഴയായിരുന്നു. ചെറിയ മഴയായിരുന്നില്ല, നല്ല മഴയായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിമാരൊക്കെ വന്ന് ആ വെള്ളം അടിച്ചിടാനായിട്ട് അവരെല്ലാം ഹെൽപ്പ് ചെയ്താണ് വെള്ളം ആ ടാങ്കിലേക്ക് അടിച്ചിട്ടിട്ട് അവരങ്ങ് പോയത്. ഇത്രയൊക്കെ ദിവസം ബാംഗ്ലൂരിൽ നിന്നെങ്കിലും ഇവരുടെ വെള്ളത്തിൻ്റെ സംവിധാനം എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടി വരുന്നതും. ഇത് ടാങ്കാന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഈ വെള്ളം ഇനി മുകളിലേക്ക് അടിച്ച് കയറ്റി ആവശ്യത്തിന് എല്ലാ പൈപ്പുകളിലൂടെ എത്തുമെന്നാണ് അഭി പറഞ്ഞത്. കണ്ടോ, ഇത്രത്തോളം നേരം സെക്യൂരിറ്റി കൂടെ നിന്ന് എല്ലാം ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ മഴ എങ്ങനെ ഉണ്ടായിരുന്നത് താഴോട്ട് നോക്കിയപ്പോഴത്തേനും ഇവിടെ ഒരാൾ നിന്ന് ഇങ്ങനെ കാറ് തുടയ്ക്കുകയാണ്. ഇത് ഈ ഫ്ലാറ്റിൽ കാറൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ കാറുകൾ വന്നിങ്ങനെ തുടച്ച് വൃത്തിയാക്കും. ഇവർ മാസത്തിൽ 2 പ്രാവശ്യം കാറിൻ്റെ കീ മേടിച്ചുകൊണ്ട് പോയി കാറിൻ്റെ അകം എല്ലാം വൃത്തിയാക്കി കൊടുക്കും. മാസം 600 രൂപയാണ് ഇവർക്ക് ഈ കാറ് വൃത്തിയാക്കുന്നതിന് ഫീസായിട്ട് ഇവർ വാങ്ങിക്കുന്നത്. ഇന്നലത്തെ മഴയുടെ ഭാഗമായിട്ട് ഇവിടെ രാവിലെ മുറ്റമൊക്കെ വൃത്തിയാക്കുകയാണ്. മോർണിംഗ് വാക്കിങ്ങിനും ഓടാനും ചാടാനും ഒക്കെ ആയിട്ട് ഇവിടുത്തെ താമസക്കാർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂടുതലായിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.